ശ്രദ്ധിക്കുക, കീം 2026 എഞ്ചിനീയറിംഗ് ചോയ്സുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇത് ഫൈനൽ അല്ല. ഒരു ഉച്ചയ്ക്ക് 2 മണി വരെ ഓപ്ഷൻസിലുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം ഇന്ന് രാത്രിയോ നാളെ രാവിലെ ആയിട്ട് ഫൈനൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഹോം പേജിൽ ഇത് ആക്റ്റീവായി വരുള്ളൂ. അപ്പോൾ ഇത് അലോട്ട്മെൻറ്റ് വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫീസ് അടക്കണോ, ഏത് കോളേജാണ്, എന്താണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഹോം പേജിൽ കയറിയിട്ട് ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന ബേജാറൊന്നും വേണ്ട. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം മിക്കവാറും രാത്രിയോ നാളെയോ ആയിരിക്കും. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അടിയന്തിരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോം പേജിൽ കയറി ലെഫ്റ്റ് സൈഡിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണും. ആ കൂട്ടത്തിൽ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എത്ര ഫീസാണ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. അത് ഓൺലൈനായിട്ടോ ഹോം പേജിൽ കയറി ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസുകൾ, നിശ്ചിത പോസ്റ്റ് ഓഫീസുകൾ നേരിട്ട് കൊണ്ടുപോയി ക്യാഷായി കൊടുത്ത് പൈസ അടക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് പ്രിൻ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം. ദെൻ അതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഫീസ് കൃത്യമായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ സീറ്റ് കൺഫർമേഷനായി കിട്ടുള്ളൂ. കൺഫർമേഷൻ ആവുക മാത്രമല്ല, ഫീസ് അടച്ചു കഴിഞ്ഞാലേ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നിങ്ങൾ എടുക്കുന്നില്ല, ഫീസ് അടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ള നിങ്ങളുടെ തന്നെ സൂചനയാണ്. ആ സൂചന അനുസരിച്ച് ആ സീറ്റ് നഷ്ടപ്പെടുകയും നിങ്ങൾ അതുവരെ കൊടുത്ത സകല ഓപ്ഷനും റദ്ദാവുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റാതാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ നമ്മൾ കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ടാവില്ല. നോർമൽ കേസിൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ വന്ന കോളേജിൽ ജോയിൻ ചെയ്യാൻ നിർദ്ദേശിക്കാറില്ല. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാലാണ് പിന്നീട് നിർദ്ദേശിക്കുക. ഈ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുത്ത ചോയ്സസ് ഒരു 20 എണ്ണം കൊടുത്തു എന്ന് വിചാരിക്കുക. അതിൽ 10ാമത്തത് നമുക്ക് കിട്ടി. 10ാമത്തത് കഴിഞ്ഞാൽ 11 മുതൽ അങ്ങോട്ട് 20 വരെയുള്ള സകല ലോവർ ഓപ്ഷനും ക്യാൻസലായി പോകും. അത് പിന്നീട് പരിഗണിക്കില്ല. അതുവരെയുള്ള 9 വരെയുള്ള ഓപ്ഷനുകളാണ് പിന്നീട് ഹയർ ഓപ്ഷനായിട്ട് പരിഗണിക്കുന്നതും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി പിന്നീട് ചോയ്സസ് ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യണം. ഇതെപ്പോഴാണ് വരാമെന്ന് വെച്ചാൽ, സാധാരണ നിലക്ക് നമ്മൾ ഈ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസമാണ് ഫീസ് അടക്കാനുള്ള അവസരം നമുക്ക് തരാം. 4-5 ദിവസം. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞിരിക്കണം. ഫീസ് അടച്ച് കഴിഞ്ഞ് ഓപ്ഷനൊക്കെ നമ്മൾ കൺഫേം ആയതിനു ശേഷം പിന്നീട് ഒരു 6-7-8 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി സൈറ്റ് ഓപ്പൺ ആക്കും. ദെൻ അതിൻ്റെ അറിയിപ്പ് നമുക്ക് കിട്ടും. അറിയിപ്പ് കിട്ടിയാൽ നമ്മൾ ആദ്യം ഒരു ഓപ്ഷൻ കൊടുത്തതല്ലേ, നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ ഫീസ് അടച്ചതല്ലേ, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്, അലംഭാവം കാണിക്കരുത്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കപ്പെടണമെങ്കിൽ നമ്മൾ പേജിൽ കയറി കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമുണ്ട് എന്നുള്ള കൺഫർമേഷൻ കൊടുക്കണം. ദെൻ നമുക്ക് താല്പര്യം കിട്ടിയ കോളേജ് മതി, നമുക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്ത് കയറിയിട്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിലവിലുള്ള കോഴ്സിൽ നിങ്ങൾ കൺഫേം ആയി പരിഗണിക്കപ്പെടും. എന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 10ാമത്താണ് കിട്ടിയത്, 9 വരെ ഉള്ളതിൽ ഉദാഹരണത്തിന് മാറത്തനേഷ്യസ് കോളേജിൽ ഇലക്ട്രിക്കൽ കിട്ടി. മാറത്തനേഷ്യസ് കോളേജിൽ ഇലക്ട്രിക്കൽ തന്നെ മതി എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. രണ്ടാമത്തത് മാറത്തനേഷ്യസിലുള്ള ബാക്കിയുള്ള ബ്രാഞ്ചുകളും കൂടി പരിഗണിക്കപ്പെടട്ടെ എന്ന ഉദ്ദേശമാണെങ്കിൽ അതിലുള്ള മാറത്തനേഷ്യസിൻ്റെ ഓപ്ഷൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യാം. ഈ റീഅറേഞ്ച് ചെയ്യാൻ പരിഗണിക്കപ്പെടണമെങ്കിൽ നമ്മളിപ്പോൾ ഫീസ് അടക്കണം. രണ്ടാമത്തത് കയറി നമ്മൾ കൺഫർമേഷൻ അടക്കണം. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഫീസ് അടക്കുക, രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക. ദെൻ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കുക. ദെൻ അതുപോലെ റീഅറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷൻസ് കൃത്യമായിട്ട് കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷനോ പ്രശ്നങ്ങളോ ബ്രാഞ്ചും കോളേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കരിയർ ഗുരുവിൽ വരിക. കരിയർ ഗുരു ഇവിടെ നിന്ന് നേരിട്ട് ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് റീചെക്ക് ചെയ്ത് അതുപോലെ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഒന്ന് CUET അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി UG പ്രോഗ്രാമുകൾ, ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകൾക്ക് വിളിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 21-ാം തീയതി ജൂലൈ 21-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം. അത് ശ്രദ്ധിക്കാം. അതുപോലെ ബിഫാമിൻ്റെ റാങ്ക്
വന്നിട്ടുണ്ടെങ്കിലും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ഉടനെ വരും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കിടെക്ചർ റാങ്ക് വന്നാൽ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കുന്നതിൻ്റെ കഴിഞ്ഞ് രണ്ടാം ഘട്ട എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റ് കൂടെ മിക്കവാറും ആർക്കിടെക്ചറും വന്ന് കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യേണ്ടതോ ഇല്ലേ, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ആശങ്കകളൊന്നും വേണ്ട. കരിയർ ഗുരുവിൽ കോൺടാക്ട് ചെയ്യുക, ബാക്കി ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടും. ഗ്രൂപ്പ്, കരിയർ ഗുരുവിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ചെയ്യുക. നല്ല കോളേജ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.